നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഈ സമയം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശനിയുടെ വക്രഗതിയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ശനി ദോഷത്തിന് ഒരു മാറ്റം വരികയാണ്. ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുന്നു. ഇതിൽ ഉത്രം നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമായി കാണുന്നത്. കാരണം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽപകുതി അഷ്ടമ ശനിദോഷവും അവസാന മുക്കാൽ പകുതി കണ്ടക ശനിദോഷവുമാണ് നടക്കുന്നത്. അപ്പോൾ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് അഷ്ടമശനിയും കന്നിരാശിയിൽ ജനിച്ചവർക്ക് കണ്ടക ശനിദോഷവുമാണ് നടക്കുന്നത്. അപ്പോൾ ഏത് രാശിയിലായാലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. കൂടുതലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കാം. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ വരാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കാം. ഇതിനെല്ലാത്തിനും ഒരു മാറ്റം ഈ ഒരു സമയം വരികയാണ്. ജൂലൈ അവസാനം മുതൽ ഡിസംബർ ആദ്യം വരെയുള്ള ഒരു 138 ദിവസം. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആരോഗ്യപരമായ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച മേഖലകളിലെല്ലാം എത്തിച്ചേരുവാൻ സാധിക്കുന്ന മനോഹരമായ കുറച്ച് ദിനങ്ങളാണ്. അപ്പൊ ഈ ദിവസം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുക, ലഭിക്കില്ല എന്ന് കരുതിയതെല്ലാം നേടിയെടുക്കുക. വിദേശവാസം അല്ലെങ്കിൽ വിദേശത്ത് വിദ്യാഭ്യാസം, അവിടെ നിന്നുള്ള സാമ്പത്തിക ഉയർച്ച, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മടിയും അലസതയും മാറ്റിവെച്ച് ഈ ടൈമിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഇടത്തരം കുടുംബങ്ങൾ, അതായത് സാമ്പത്തിക വളരെ ഇല്ലാതെ ഒരു മീഡിയം ലെവലിൽ ജീവിച്ചു പോകുന്ന വ്യക്തികൾക്ക് സാമ്പത്തികം സേവ് ചെയ്യുവാൻ പറ്റുന്ന സാഹചര്യമാണ്. നിങ്ങൾ ആ പ്രതീക്ഷിക്കുന്ന സാമ്പത്തികം, ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇനി എനിക്കത് കിട്ടുകയില്ല എന്ന് വിഷമിച്ചിരുന്നത്, അതെല്ലാം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കുക, ഉറപ്പായിട്ട് നമുക്ക് വരും. നമുക്ക് നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് അത് നേട്ടത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു. മാനസികപരമായി നല്ല സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. അത് മുഖാന്തരം സാമ്പത്തിക പുരോഗതി നിങ്ങളിലേക്ക് കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായും മാറ്റി സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിച്ചു പോകുവാൻ സാധിക്കുന്ന ഒരു 138 ദിവസം, ഒരു 5 മാസ കാലഘട്ടം സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പോൾ എല്ലാവർക്കും നേട്ടവും അതുപോലെ തന്നെ ദോഷങ്ങളും വരും. അപ്പൊ ഈ ഒരു ദോഷം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ വളരെ നല്ല രീതിയിൽ ജീവിതം നയിക്കുവാൻ സാധിക്കും. ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പരിഹാരങ്ങൾക്ക് ഒരു മാറ്റവും വരുത്തണ്ട. കാരണം ഡിസംബർ ആകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കണ്ടകശനിയും അഷ്ടമശനിയും ജീവിതത്തിൽ വരികയാണ്. പരിഹാരം തുടർന്നുകൊണ്ടേയിരിക്കുക. ഒരു മാറ്റം എപ്പോഴായിരുന്നാലും ജീവിതത്തിൽ എത്തുക തന്നെയുണ്ട്.